Hello guys, welcome to my channel, Mr. Chef. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫിന്റെ ഒരു ഡിഷാണ് BDF. BDF എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മലയാളികൾക്കെല്ലാം വളരെ പരിചയമായിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മളുടെ റെസ്റ്റോറൻറ്റുകളിലും അതുമാതിരി ബാറുകളിലും വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ് BDF. ഈ BDF നമുക്ക് നമ്മളുടെ വീട്ടിൽ എങ്ങനെ അതിമനോഹരമായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഡിഷിൻ്റെ അതേ ടേസ്റ്റിൽ അല്ലെങ്കിൽ ഈവൻ ബെറ്റർ ആയിട്ട് BDF ഉണ്ടാക്കാമെന്ന് ഇന്ന് നമ്മളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിന്ന് ഉപയോഗിക്കുന്നത് 1/2 കിലോ ബീഫാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് മിസംപ്ലേസ് റെഡിയാക്കാം. മിസംപ്ലേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുക്കിങ്ങിന് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുന്നതിനാണ് മിസംപ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മിസംപ്ലേസ് റെഡിയാക്കാം. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. BDF ഉണ്ടാക്കാനായിട്ട് നമുക്ക് സ്ട്രിപ്സ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ റൗണ്ട് ആയിട്ടുള്ള പീസ് എടുക്കുകയാണെങ്കിൽ അതിലെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ കറക്റ്റ് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ബീഫ് സ്ലൈസിന് ശേഷം നമുക്ക് സ്ട്രിപ്സ് ആയിട്ട് ഇത് കട്ട് ചെയ്യാം. വലിപ്പം ഇല്ലാണ്ട് തന്നെ നമുക്ക് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യാം. പിന്നെ ഒത്തിരി തിന്നാവാനും പാടില്ല, കാരണം ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സൈസ് ചെറുതാവും. അപ്പോൾ ഒരു മീഡിയം സൈസിൽ ഒത്തിരി തിന്നാവാണ്ടും ഒത്തിരി തിക്കാവാണ്ടും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇപ്പോൾ ഗ്രീൻ ചില്ലി നമുക്ക് നേരെ നടുക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിന്ന് മാരിനേറ്റ് ചെയ്യാം. ഹോൾ എഗ്ഗ്, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്കിതിലേക്ക് ഉപയോഗിക്കാം, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, ഹാഫ് ലെമൺ. ലെമൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനെഗർ ഉപയോഗിക്കാം. രണ്ടും സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐറ്റം, ഇപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺ സ്റ്റാർച്ച് ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടേക്കുന്ന പല റെസിപ്പിയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോൺ സ്റ്റാർച്ചും മൈദ ഉപയോഗിക്കുന്നത്. ക്രിസ്പി ആയിട്ടുള്ളൊരു BDF ആണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോൺ സ്റ്റാർച്ച് ഉപയോഗിക്കുന്നതാണ്. 1, 2, 3 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ആണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഫുള്ള് ഞാൻ അതിലേക്ക് ഇടുകയാണ്. സോൾട്ട്, പെപ്പർ. അടുത്തായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല മാരിനേഷൻ നല്ല അടിപൊളിയായിട്ട് എല്ലാ മീറ്റ് പീസിലും കോട്ടായിട്ടുണ്ട്. നമുക്കിന്നൊരു 1 അവർ അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ½ ആൻ അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് നമ്മളുടെ BDF നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് ഫ്രൈ ചെയ്യാനായിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. നമ്മളുടെ ഓയിൽ ഇവിടെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് മാരിനേറ്റ് ചെയ്ത ബീഫ് ഇതിലേക്ക് ഇടാം. ബീഫ് ഇടുമ്പോൾ മാക്സിമം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടാൻ ശ്രമിക്കുക. ബീഫ് നമ്മൾ ഓയിലിട്ടതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 1 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മളിതൊന്ന് ഇളക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ നേരത്തെ ഇളക്കി കഴിഞ്ഞാൽ നമ്മളുടെ മസാല മൊത്തം എണ്ണയിൽ മിക്സ് ആവും. ഓക്കെ, നമ്മളുടെ BDF ഇവിടെ ഫൈനലി റെഡി ആയിട്ടുണ്ട്. പേപ്പർ നാപ്കിൻ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മളുടെ എക്സസ് ആയിട്ടുള്ള ഓയിൽ അതിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളുടെ BDF ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ സെയിം എണ്ണയിലേക്ക് കുറച്ച് മുളകിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറി ലീവ്സും നമ്മളെ BDF അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് എങ്ങനെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ നോക്കാം. പ്ലേറ്റ് ചെയ്യാനായിട്ട് ഫ്രൈ ചെയ്തെടുത്ത BDF നമുക്ക് ഇതിലേക്ക് ഇടാം. ഗാർണിഷ് ചെയ്യാനായിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത കുറച്ച് ചില്ലി, കുറച്ച് കറിവേപ്പില, ലെമൺ വെഡ്ജസ്,
അപ്പോൾ ഗൈസ് നമ്മളുടെ BDF ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അത്രയ്ക്ക് ക്രിസ്പിയാണ്. കാരണം ഇതിന്റെ മെയിനായിട്ടും കോൺ സ്റ്റാർച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്ര ക്രിസ്പി ആയിട്ട് കിട്ടാൻ കാരണം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും കോൺ സ്റ്റാർച്ച് മാത്രം ഉപയോഗിച്ച് ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഗൈസ് നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഇന്ന് കണ്ട വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു കുക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടിയെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. സോ അൻറ്റിൽ ഐ സീ യു വിത്ത് എ ഡിഫറെൻറ്റ് വീഡിയോ. ബൈ.